സംസ്ഥാനത്ത് യുഡിഎഫ് തരംഗം ആഞ്ഞടിച്ചെന്ന് എഐസിസി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ. അഹന്തയ്ക്കും ദുർഭരണത്തിനുമേറ്റ തിരിച്ചടിയാണെന്ന് കെ.സി. വേണുഗോപാൽ പറഞ്ഞു. അഹങ്കാരത്തിനും ദുർഭരണത്തിനെതിരായിട്ടുള്ള കനത്ത വിധിയാണ് കേരള ജനത നൽകിയിരിക്കുന്നത്. യുഡിഎഫ് തരംഗം ആരെന്ത് പറഞ്ഞാലും കേരളത്തിലെ ജനങ്ങൾ വളരെ വിവേകത്തോടുകൂടി വോട്ട് ചെയ്യുന്നവരാണ് എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വികാരം ഇതിൻ്റെ ഇരട്ടി കാര്യം ഇതൊക്കെ ചെറിയ പ്രാദേശിക പ്രശ്നങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടുണ്ടാവും. പക്ഷേ അസംബ്ലി ഇലക്ഷൻ നിങ്ങൾക്കറിയാം, ഇത് രാഷ്ട്രീയ വോട്ടിംഗ് ആണ് വന്നിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ, പൊളിറ്റിക്കൽ വോട്ടിംഗ് ആണ് വന്നിരിക്കുന്നത്. സർക്കാരിനെതിരായിട്ടുള്ള ജനം വളരെ നന്നായിട്ട് ചിന്തിക്കുന്നു എന്നുള്ളതിന് തെളിവാണിത്. അതുകൊണ്ട് അസംബ്ലി യുഡിഎഫ് തൂത്തുവാരിയിരിക്കും. കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനങ്ങളും കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളും ചിട്ടയായിട്ട് ഇനിയുള്ള ദിവസങ്ങൾ മുന്നോട്ട് പോകും. അതനുസരിച്ച് അസംബ്ലിയിലും ഉജ്ജ്വല വിജയം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. കേരള ഭരണം യുഡിഎഫ് തിരിച്ചു പിടിക്കുമെന്നതിന്റെ തെളിവാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി.കെ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. 10 വർഷമായി ജനം അനുഭവിക്കുന്ന കഷ്ടതയാണ് ചർച്ചയായതെന്നും ശബരിമല ജനങ്ങളുടെ ഹൃദയത്തിൽ തൊട്ടുവെന്നും പി.കെ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. തീതുപ്പുന്ന വർഗീയത, കേട്ടാൽ അറപ്പുളവാക്കുന്ന വർഗീയത, അതിനെ LDF പ്രോത്സാഹിപ്പിച്ചു. ഞാൻ പറഞ്ഞല്ലോ എങ്ങനെയാണെന്നുള്ളത്. അത് കേരളം അംഗീകരിക്കില്ല എന്നുള്ള ഈ തെരഞ്ഞെടുപ്പ്. അതിൻ്റെ കൂടെ കൂനിന്മേൽ ഗുരു എന്നതുപോലെ ശബരിമലയും കൂടി വന്നുവിട്ടു. മറ്റു വിഷയങ്ങളൊക്കെ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന പല വിഷയങ്ങളാണ്. 10 വർഷമായിട്ട് ജനങ്ങൾ അനുഭവിക്കുന്ന ആ കഷ്ടത ഉണ്ടല്ലോ, അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത്. ഉത്തര മലബാറിലെ ജില്ലകളിലും യുഡിഎഫ് തരംഗമാണ് ഉണ്ടായത്. കണ്ണൂരിൽ മാത്രമാണ് LDFന് അല്പമെങ്കിലും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത്. അപ്പോഴും കോർപ്പറേഷൻ ഭരണം വ്യക്തമായ മേൽക്കൈയോടെ യുഡിഎഫ് നിലനിർത്തി. വയനാട്ടിൽ ജില്ലാ പഞ്ചായത്ത് ഭരണം വ്യക്തമായ ഭൂരിപക്ഷത്തോടെ നിലനിർത്തിയ യുഡിഎഫിന് കൽപ്പറ്റ നഗരസഭാ ഭരണം LDF പിടിച്ചത് ക്ഷീണമായി. കേരളത്തിൽ പ്രതിപക്ഷമില്ലാത്ത ഏക ജില്ലാ പഞ്ചായത്തായി മലപ്പുറം മാറി. റിയാസ് KMR തയ്യാറാക്കിയ വാർത്ത കാണാം. സംസ്ഥാനത്താകെ അലയടിച്ച യുഡിഎഫ് തരംഗം ഉത്തര മലബാറിലെ ജില്ലകളിലും പ്രകടമായിരുന്നു. CPIMന്റെ ശക്തി കേന്ദ്രമായി അറിയപ്പെടുന്ന കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഭരണം 18 സീറ്റുകളോടെ നിലനിർത്താനായത് LDFനെ സംബന്ധിച്ച് ആശ്വാസകരമാണ്. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ ഭരണവിരുദ്ധ വികാരം ഏശിയില്ലെന്ന് LDFന് ആശ്വസിക്കാൻ സാധിക്കും. ആകെ 25 ഡിവിഷനുകളിൽ മറ്റ് 7ഇടത്ത് UDF-ആണ് വിജയിച്ചത്. CPIM കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മത്സരിപ്പിച്ച ബിനോയ് കുര്യൻ പെരളശ്ശേരി ഡിവിഷനിൽ നിന്നും ജില്ലാ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന SFI മുൻ സംസ്ഥാന അധ്യക്ഷ P. അനുശ്രീ പിണറായി ഡിവിഷനിൽ നിന്നും മിന്നും വിജയമാണ് സ്വന്തമാക്കിയത്. കണ്ണൂർ കോർപ്പറേഷനിലെ 56 ഡിവിഷനുകളിൽ 36 ഡിവിഷനുകളിൽ സ്വന്തമാക്കി വ്യക്തമായ മേൽക്കൈയോടെയാണ് UDF ഇത്തവണയും ഭരണം നിലനിർത്തിയത്. മേയർ സ്ഥാനത്തേക്ക് UDF പരിഗണിക്കുന്ന അഡ്വക്കേറ്റ് P. ഇന്ദിര പയ്യാമ്പലം ഡിവിഷനിൽ നിന്നും ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന മുസ്ലിം ലീഗിലെ KP താഹിർ വാരം ഡിവിഷനിൽ നിന്നും വലിയ വിജയം നേടി. കോർപ്പറേഷനിലെ LDFന്റെ സിറ്റിംഗ് സീറ്റായിരുന്ന ആദികടലായി പിടിച്ചെടുത്ത റിജിൽ മാക്കുറ്റി മികച്ച പ്രകടനം കാഴ്ചവെച്ചു. നഗരസഭകളിൽ ആന്തൂർ ഇത്തവണയും പ്രതിപക്ഷമില്ലാത്ത നഗരസഭയായി തുടരും. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം LDFന് നഷ്ടപ്പെട്ടു. ചരിത്രത്തിലാദ്യമായി തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് UDF ഭരിക്കും. കഴിഞ്ഞ തവണ ഇരുമുന്നണികളും തുല്യത പാലിച്ചതിനാൽ നറുക്കെടുപ്പിലൂടെ മാത്രം സ്വന്തമായ വയനാട് ജില്ലാ പഞ്ചായത്ത് ഭരണം വ്യക്തമായ മേൽക്കൈയോടെ ഇത്തവണ UDF സ്വന്തമാക്കി. 17ൽ 15 ഡിവിഷനുകളും UDF പിടിച്ചെടുത്തപ്പോൾ DYFI ജില്ലാ പ്രസിഡന്റ് KR ജിതിൻ മത്സരിച്ച തിരുനെല്ലി ഡിവിഷനും മീനങ്ങാടി ഡിവിഷനും മാത്രമാണ് LDFന് നേടാനായത്. UDF ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന മുഫീദ തസ്നി മികച്ച വിജയവും സ്വന്തമാക്കി. 3 മുനിസിപ്പാലിറ്റികളിൽ കൽപ്പറ്റ നഗരസഭാ ഭരണം LDF സ്വന്തമാക്കിയത് UDFനെ സംബന്ധിച്ച് വയനാട്ടിൽ ക്ഷീണമായി. കേരളത്തിൽ പ്രതിപക്ഷമില്ലാത്ത ജില്ലാ പഞ്ചായത്തായി മലപ്പുറം മാറി. 33 ഡിവിഷനുകളിൽ 33ഉം UDF സ്വന്തമാക്കി. 12 നഗരസഭകളിൽ 11ഉം UDF നേടിയപ്പോൾ പൊന്നാനി മാത്രമാണ് LDFന് ലഭിച്ച ഏക നഗരസഭ. 15 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ പൊന്നാനി മാത്രമാണ് LDFന് കിട്ടിയ ഏക ബ്ലോക്ക് പഞ്ചായത്ത്. മറ്റിടങ്ങളിലെല്ലാം തന്നെ UDF തരംഗം അലയടിച്ചു. നിലമ്പൂർ നഗരസഭയും ഈ തരംഗത്തിൽ LDFന് നഷ്ടമായി. ഉത്തര മലബാറിലെ ഈ തരംഗം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ദിശാസൂചികയാകും എന്നാണ് UDF നേതാക്കൾ വ്യക്തമാക്കുന്നത്. അതേസമയം തന്നെ ശക്തമായ തിരിച്ചുവരവ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടത്തുമെന്ന് LDF നേതാക്കളും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, മലബാർ.